ഹായ് ഗൈസ്, മൈക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഇപ്പോൾ 2-3 ആഴ്ച വീഡിയോ ഇട്ടിട്ട് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ബിസി ആയി പോയി, അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. സോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്കൂട്ടറാണ്. സ്കൂട്ടർ അല്ലെങ്കിൽ ഒരു വാട്ടർ സ്കൂട്ടർ എന്ന് പറയാം. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ നീന്തേണ്ട ആവശ്യമില്ല, ഇത് നമ്മളെ വലിച്ചും കൊണ്ട് പോയിക്കോളും. അപ്പോൾ ഇത് സ്വിച്ച് ഉണ്ട്, കണ്ട സ്വിച്ച് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ പ്രൊപ്പല്ലറാണ്, അത് നമ്മളെ വലിച്ചും കൊണ്ട് പോയിക്കോളും. ഇപ്പോൾ നമ്മൾ താഴത്തേക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകും, മുകളിലേക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ മുകളിലേക്ക് പോവുക. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത് സ്കൂബ ഡൈവിങ്ങും സ്നോർക്കലിംഗ് ഒക്കെ ചെയ്യുമ്പോഴാണ്. പിന്നെ ഞാൻ അത് യൂസ് ചെയ്തേക്കണ മോട്ടർ എന്ന് പറഞ്ഞെങ്കിൽ ഡ്രോണിൻ്റെ മോട്ടറാണ്. കണ്ട, ഡ്രോണിന് യൂസ് ചെയ്തേക്കണ സെയിം മോട്ടറാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കണത്. ഈ മോട്ടർ ഞാൻ വാട്ടർ പ്രൂഫ് ആക്കിയേക്കണാണ്, സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്താണ്. ഇപ്പോൾ ഇത് 2ാമത്തെ വേർഷനാണ്. ഫസ്റ്റ് വേർഷൻ അത്ര സക്സസ്ഫുൾ ആയില്ല, അത് ഞാൻ DC മോട്ടർ വെച്ചാണ് ചെയ്യാൻ നോക്കിയത്. DC മോട്ടറും പ്രൊപ്പല്ലറും കറക്റ്റ് മാച്ചിങ് ആയില്ല. ഇത് ഞാനിപ്പോൾ എല്ലാം ഡ്രോണിൻ്റെ മോട്ടർ വെച്ച് ചെയ്തേക്കാണ്. സോ നമുക്കിതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കണത് DT700 എന്ന് പറഞ്ഞൊരു ബ്രഷ്ലെസ് DC മോട്ടറാണ്. ഇത് ഡ്രോണിനൊക്കെ യൂസ് ചെയ്യണ മോട്ടറാണ്. ഇപ്പം ഞാൻ ഈ മോട്ടർ എടുക്കാൻ കാരണം ഇതിന് ലോ RPM ഹൈ ടോർക്ക് ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഇത് വാട്ടർ പ്രൂഫ് ആക്കാനും കുറച്ചും കൂടി എളുപ്പമാണ്. സോ നമുക്ക് എങ്ങനെ ഈ മോട്ടർ വാട്ടർ പ്രൂഫ് ആക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ബേസ് ഊരണം. മോട്ടറിൻ്റെ ബേസ് ഒരു അല്ലെങ്കിൽ വെച്ച് നമ്മൾ ഇത് ബേസ് ഊരണം. ശേഷം ഇതുമൊരു ക്ലിപ്പ് ഉണ്ടാവും. ആ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തെക്കിയെടുക്കുക. ഇത് തെറിച്ചു പോകാണ്ടിരിക്കാൻ നോക്കണം, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് തെറിച്ചു പോകും. നമുക്ക് ഇനി റോട്ടറും സ്റ്റേറ്ററും വേർതിരിക്കുക. ഇതാണ് ഇതിൻ്റെ കോയിൽ, ഇതാണ് നമ്മൾ വാട്ടർ പ്രൂഫ് ആക്കേണ്ടത്. ഇപ്പോൾ ഇതുമേ 2 ബെയറിംഗ് ഉണ്ട്, അത് നമ്മൾ ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ വെച്ച് ജസ്റ്റ് പുഷ് ചെയ്ത് പുറത്തേക്ക് എടുക്കുക. ഇതിൻ്റെ 2 സൈഡും സെലോ ടേപ്പ് വെച്ച് ജസ്റ്റ് അടയ്ക്കണം. എന്താ വെച്ചാൽ റെസിൻ അതിൻ്റെ ഉള്ളിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡിലും സെലോ ടേപ്പ് ഒട്ടിക്കണം. ഇപ്പോൾ ഞാനിപ്പോൾ 2 ഒട്ടിക്കുകയാണ്, ഒരെണ്ണം വീതി കൂടിയതും കൂടി ഒട്ടിക്കുകയാണ്. കുറച്ചും കൂടി വീതി കൂടിയാലും നല്ലത്. അപ്പോൾ റെസിൻ ഒഴിക്കുമ്പോൾ പുറത്തേക്ക് അങ്ങനെ ഓവർഫ്ലോ ആയിട്ട് പോകില്ല. പിന്നെ ഞാനൊരു ചെറിയൊരു കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് എടുത്താറുണ്ട്, റെസിൻ അടിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് അധികം. നമുക്കിനി ഇത് ജസ്റ്റ് ഒരു ചെറിയൊരു പാത്രത്തിൽ വെച്ച് പ്രസ് ചെയ്ത് വെക്കാം. നമുക്കിനി കുറച്ച് റെസിൻ എടുത്ത് ഹാർഡ്നർ ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് റെസിൻ കിട്ടിയില്ലെങ്കിൽ എപ്പോക്സി ആയാലും മതി. ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത റെസിൻ ഈ കോയിൽ മേലോട്ട് ഒഴിക്കാം, കുറച്ച് ഒഴിക്കുക. ഇപ്പം 5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴേക്കും റെസിൻ ഹാർഡായിട്ടുണ്ട്. ഇതുമ വെച്ച കാർഡ്ബോർഡും അതേപോലെ തന്നെ സെലോ ടേപ്പും പറിച്ചെടുക്കുക. ഇതിൻ്റെ ഒപ്പം വന്നത് ബോൾ ബെയറിംഗ് ആണ്, പക്ഷെ നമുക്കത് വെള്ളത്തിലിടാൻ നല്ലതല്ല അത്ര. ഇപ്പോൾ തുരുമ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ബോൾ ബെയറിംഗ് മാറ്റി നമ്മൾ ഈ ബുഷ് ഇടാൻ പോവുകയാണ്. ഇതൊരു ബ്രാസിൻ്റെ ബുഷാണ്, വെള്ളത്തിൽ അധികം കുഴപ്പമുണ്ടാവില്ല. ബോൾ ബെയറിംഗ് ആണെങ്കിൽ ചിലപ്പോൾ സ്റ്റക്കൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇനി ഈ ബുഷ് ആ ബോൾ ബെയറിംഗ് ഇന്ന സ്ഥലത്തേക്ക് അമർത്തി വെക്കാം. നമുക്ക് മോട്ടർ പഴയതുപോലെ തന്നെ തിരിച്ച് അസംബിൾ ചെയ്യാം. ജസ്റ്റ് ഒന്ന് തിരിച്ചൊക്കെ നോക്കാം, വല്ല സ്റ്റക്ക് ഉണ്ടാകുന്നൊക്കെ. അതേപോലെ 4 മോട്ടറും ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ഇതുമ്പോൾ കുറച്ച് MCയിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയർ ആടി വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ നമുക്ക് പ്രൊപ്പല്ലർ വേണം. ഇപ്പോൾ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ പ്രൊപ്പല്ലറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ആ ലിങ്ക് വഴി പർച്ചേസ് ചെയ്യാം. ഈ മോട്ടറിൽ നമ്മൾ ഈ പങ്ക വെച്ചിട്ട് ഇതേപോലത്തെ PVC പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെക്കണം, അങ്ങനെയാണ് പ്ലാൻ. സോ അതേപോലെ 4 PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു അക്രിലിക് ഷീറ്റ് എടുത്തിട്ടുണ്ട്. അക്രിലിക് ഷീറ്റും വേണം നമ്മൾ എല്ലാവരും സ്ക്രൂ ചെയ്യാൻ പോണത്. ഒരു വാട്ടർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഇത് വേണം. അതിനായിട്ട് ഞാൻ പഴയ ഒരു പാർട്ടി പോപ്പറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പാർട്ടി പോപ്പറിൻ്റെ പൈപ്പ് ഞാൻ ക്യാപ്പ് വെച്ച് അടച്ചെടുത്താണ്. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ബാറ്ററിയും സ്പീഡ് കൺട്രോൾ ഇലക്ട്രോണിക്സ് ഒക്കെ വെക്കാൻ പോണത്. നമുക്ക് ഇനി ഈ പൈപ്പിലേക്ക് മോട്ടർ ഇറക്കി വെക്കാനായിട്ട് ഒരു അലൂമിനിയത്തിൻ്റെ പട്ട് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ബെൻഡ് ചെയ്തെടുക്കണം. ചെറിയൊരു വെയിറ്റ് കയറ്റി വെച്ച് വളച്ചെടുക്കാവുന്നുള്ളൂ, എളുപ്പമായിട്ട് വളച്ചെടുക്കാവുന്നുള്ളൂ. പിന്നെ നമുക്ക് ഈ PVC പൈപ്പിന്മേൽ കറക്റ്റ് അളവിൽ 2 സൈഡിലും ഹോൾ ഇടണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വളച്ചെടുത്ത പട്ട ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി സ്ക്രൂ ചെയ്യാൻ വേണ്ടിയാണ്. ഉള്ളിലേക്ക് കയറ്റി മാർക്ക് ചെയ്യുക. ഇപ്പോൾ അലൂമിനിയത്തിൻ്റെ പട്ടയമേ മാർക്കായിട്ടുണ്ടാവും. നമുക്ക് ഇനി അപ്പോൾ അതുമ്പോൾ ഹോൾ ഇടാൻ എളുപ്പമാണ്. പിള്ളേരൊക്കെ ആണെങ്കിൽ ഡ്രില്ലൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ സൂക്ഷിച്ചൊക്കെ യൂസ് ചെയ്യുക, കൈമേലോട്ടൊക്കെ തുളഞ്ഞ് കയറാണ്ടിരിക്കാൻ നോക്കാം. ഇനി നമുക്ക് മോട്ടറിൻ്റെ ബേസ് വളച്ചെടുത്ത അലൂമിനിയത്തിൻ്റെ പട്ടയമ വെച്ച് നെട്ടും ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്യുക. അതിന് ശേഷം ഈ പ്രൊപ്പല്ലർ മോട്ടറിമ വെച്ച് ടൈറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഈ പൈപ്പിൻ്റെ ഉള്ളിൽ വെച്ച് നെട്ടും ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പ്രൊപ്പൽഷൻ സിസ്റ്റം സെറ്റായിട്ടുണ്ട്. ഇതേപോലെ 4 ഉണ്ടാക്കിയെടുക്കണം. ഇനി നമുക്ക് ഈ മോട്ടറൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സ്പീഡ് കൺട്രോളർ വേണം. അപ്പോൾ 4 മോട്ടർ ഉണ്ട്, അപ്പോൾ 4 സ്പീഡ് കൺട്രോളർ വേണം. ഇപ്പോൾ ഞാനൊരു 40 ആംപിയറിൻ്റെ സ്പീഡ് കൺട്രോളറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ പൈപ്പുമ്പോൾ 4 ഹോൾ ഇട്ടിട്ടുണ്ട്. ഓരോ സ്പീഡ് കൺട്രോളറിൻ്റെ 3 വയർ വെച്ച് ഓരോ ഹോളിലേക്ക് കൂടി വലിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു ചെറിയ വയർ വെച്ച് ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ച് വലിച്ചെടുക്കാന്നേ ഉള്ളൂ.
ഇനി നമുക്ക് ഈ PVC പൈപ്പ് എല്ലാം ഈ അക്രിലിക് ഷീറ്റുമ്മ സ്ക്രൂ ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനൊരു അലൂമിനിയത്തിൻ്റെ പട്ട വളച്ചൊരു ബ്രാക്കറ്റ് പോലെ ഉണ്ടാക്കിയൊക്കെയാണ്. നമുക്ക് എല്ലാ PVC പൈപ്പും ഈ അക്രിലിക് ഷീറ്റുമ്മലേക്ക് സ്ക്രൂ ചെയ്യുക. ഇപ്പം ഞാൻ തുളയ്ക്കണതൊന്നും കാണിച്ച് ബോറടിപ്പിക്കണില്ല. അതുപോലെ തന്നെ ബാറ്ററിയും ഇലക്ട്രോണിക്സും വെക്കാനുള്ള ഈ വാട്ടർ ടൈറ്റ് പൈപ്പും ക്ലാമ്പ് വെച്ച് സ്ക്രൂ ചെയ്യുക. നമുക്ക് ഇതുമ്മ പിടിക്കാനായിട്ടൊരു ഹാൻഡിൽ വേണം. ഹാൻഡിലിന് വേണ്ടി ജസ്റ്റ് ഒരു 2 PVC പൈപ്പും എൽബോ വെച്ച് കണക്ട് ചെയ്തേക്കണതാണ്. അതും പൈപ്പിൻ്റെ ക്ലാമ്പ് വെച്ച് അക്രിലിക് ഷീറ്റുമ്മലേക്ക് സ്ക്രൂ ചെയ്യുക. ഇനി നമുക്ക് ഈ മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യണം. അതിനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സെർവോ ടെസ്റ്റർ യൂസ് ചെയ്യുക. സെർവോ ടെസ്റ്റർ ഒരു കവറിലാക്കി വാട്ടർ പ്രൂഫാക്കി യൂസ് ചെയ്യുക. പക്ഷേ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു അഡ്രീനോ ആണ്. അഡ്രീനോ ഒരു സ്വിച്ചുമ്മ കണക്ട് ചെയ്താണ് യൂസ് ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി എളുപ്പമാണ്. സ്വിച്ച് വാട്ടർ പ്രൂഫ് ആക്കാൻ കുറച്ച് എളുപ്പമാണ്. പിന്നെ അത് നമുക്ക് വെള്ളത്തിൽ വെച്ച് പ്രസ് ചെയ്യാൻ എളുപ്പമാണ്. സെർവോ ടെസ്റ്റർ നമുക്ക് വെള്ളത്തിലൊക്കെ വെച്ച് തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ സ്വിച്ച് അഡ്രിനോമ കണക്ട് ചെയ്യും. എന്നിട്ട് അഡ്രിനോമയിൽ നിന്ന് ഒരു സിഗ്നൽ എല്ലാ സ്പീഡ് കൺട്രോളറിലേക്കും പോകും. അപ്പോൾ ഈ അഡ്രിനോമയിൽ നിന്ന് ഒരു വയർ എല്ലാ സ്പീഡ് കൺട്രോളറിലേക്കും പാരലായിട്ട് കണക്ട് ചെയ്തേക്കാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്വിച്ച് പ്രസ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പോൾ എല്ലാവരും വർക്കിംഗ് ആണ്. ഇനി നമുക്ക് ഈ സ്വിച്ച് വാട്ടർ പ്രൂഫ് ആക്കണം. അതിനായിട്ട് ഞാനൊരു ചെറിയ സ്ലീവിലേക്ക് കയറ്റി വെക്കുകയാണ്. എന്നിട്ട് ഈ സ്ലീവിൻ്റെ 2 സൈഡിലും ഗ്ലൂ ഗൺ ഒഴിച്ച് വാട്ടർ ടൈറ്റ് ആക്കണം. പിന്നെ എല്ലാ വയറും പുറത്തേക്ക് വരുന്ന സ്ഥലം വാട്ടർ ടൈറ്റ് ആയിരിക്കണം. ഒരു ഗ്യാപ്പ് പോലും പാടില്ല. ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് കയറും. അതിൻ്റെ ഉള്ളിലത്തെ ഇലക്ട്രോണിക്സ് ഒക്കെ ഡാമേജ് ആവും. നമുക്ക് ഇനി ബാറ്ററി കണക്ട് ചെയ്യാം. ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് 2 ഡ്രോണിൻ്റെ ബാറ്ററിയാണ്. 2200 mAh 3A ലിപ്പോ ബാറ്ററിയാണ്. അത് രണ്ടും ജസ്റ്റ് പാരലായിട്ട് കണക്ട് ചെയ്തേക്കുന്നതാണ്. നമുക്ക് ഇനി ഇത് കയറ്റിക്കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് അടയ്ക്കാം. വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു മേക്കർക്ക് വേണ്ടി കീച്ചേൻ ഇത് ഒട്ടിക്കുകയാണ്. സോ ഗൈസ്, അപ്പോൾ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് വെള്ളത്തിലിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതെല്ലാം ലീക്ക് ഉണ്ടാകുന്നൊക്കെ അറിയണം. ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറണ്ടെന്നൊക്കെ അറിയണം. ബാറ്ററി ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. സ്വിച്ച് വയ്ക്കുമ്പോൾ 4 മോട്ടറും വർക്ക് ചെയ്യുന്നുണ്ട്. പൊന്തിക്കിടക്കുന്നുണ്ട്. നമുക്കിനി സോ ഗൈസ്, അപ്പോൾ നമ്മൾ ടെസ്റ്റ് അടിച്ച് നോക്കാൻ പോവാണ്. എന്താവുമെന്ന് അറിഞ്ഞൂടാ. നമുക്ക് ഇനി ഓടിച്ചു നോക്കുക. 4 മോട്ടർ ഇറങ്ങുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ പവറുണ്ട് തോന്നണം. അത് ഓടിച്ചു നോക്കാം. സംഭവം വർക്കിംഗ് ആണ്. സോ ഗൈസ്, ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മിങ്ങനെ പിടിച്ച് നേരെ നിന്ന് പോകുമ്പോൾ ഈ വെള്ളം നമ്മുടെ മേത്തേക്കാണ് അടിക്കുന്നത്. അതുകൊണ്ട് അധികം സ്പീഡിൽ പോകണില്ല. അതുകൊണ്ട് ഞാൻ അടിയിൽ ചെറിയൊരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ്. അപ്പോൾ നമുക്ക് അടിയിലേക്ക് ഇങ്ങനെ പിടിച്ചാലും വെള്ളം അതിൻ്റെ അടിയിലേക്ക് കയറി പോയിക്കോളും. അതേപോലെ തന്നെ ഞാൻ ഗോപ്രോ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഫ്രണ്ടിൽ നിന്ന് ഒരു വ്യൂ കിട്ടാൻ വേണ്ടി. സോ നമുക്ക് ഇനി ഇത് ഇനി മോഡിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഓടിച്ച് നോക്കാം.
സോ ഗൈസ് അപ്പോൾ ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത് വിചാരിച്ചെടുക്കാൻ അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത് ഒരു ഇതും നല്ല സ്പീഡിൽ തന്നെ പോകുന്നുണ്ട്. ഞാനിപ്പോൾ വേറെ നോടി ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്, കുറച്ചും കൂടി സ്പീഡ് കൂടിയത്. അതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ സാധനം, വെള്ളത്തിൻ്റെ അടിയിലോട്ടൊക്കെ പോകാൻ നല്ല രസമാണ്. അപ്പോൾ ഞാൻ ഇത്തിരി കൂടി സ്പീഡും പവറും കൂടിയത് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. സോ അപ്പോൾ അത് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാനും മറക്കരുത്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.